കുറച്ച് നാളുകളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ നടക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് നാളായിട്ട് ഒരു ഹോസ്പിറ്റലിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇന്ന് അതിനൊരു അവസാനം ഉണ്ടാവാൻ പോവുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, കണ്ണിനൊരു ചെറിയൊരു സർജറി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇന്ന് അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞേക്കണത്. പക്ഷേ ഡേറ്റ് കിട്ടിയത് വേറെ ഡേറ്റ് ആയിരുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് കോൾ വന്നിട്ട് നമ്മളുടെ അടുത്ത് നേരത്തെ കൂട്ടി അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഡേറ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് 5812 ആയിരുന്നു കേട്ടോ നമ്മുടെ റൂം എടുക്കാൻ വേറെ ഒന്നുമല്ല, നമ്മുടെ കണ്ണനെ ഓടി നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. വാർഡാണെങ്കിൽ ഒരാൾക്ക് നിൽക്കാനും പറ്റുള്ളൂ, അതുപോലെ തന്നെ അവന് ഓടി നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും ആയിരിക്കും. അപ്പോൾ റൂമാകുമ്പോൾ അതിലടച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കളിച്ചോളും. റൂമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ കണ്ണൻ ഭയങ്കരമായിട്ട് സഹകരിക്കണുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വന്നിരിക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലാണ്. ഇത് ഞാനൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തിട്ടുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കാണിച്ചത് ദയ്യയിലുള്ള ഒരു ഡോക്ടറായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഡോക്ടറെ വീട്ടിൽ പോയിട്ടായിരുന്നു കാണുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ സർജറി വേണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തതാണ്. നമ്മുടെ അടുത്ത് 13-ാം തീയതി ആയിട്ട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 14-ാം തീയതി ആയിരുന്നു സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ബാൻഡ് കെട്ടലായിരുന്നു കേട്ടോ. കണ്ണനെ കുഞ്ഞിലെ എൻ്റെ കയ്യിൽ തരുമ്പോൾ അവൻ്റെ കാലിൽ ഇതുപോലെ ഒരു ബാൻഡ് ഉണ്ടായിരുന്നു. ഞാൻ കണ്ണനോട് പറഞ്ഞു, അമ്മയുടെ കയ്യിൽ കണ്ണനെ കിട്ടുമ്പോൾ ഇതുപോലെ ഒരു ബാൻഡ് കണ്ണൻ്റെ കാലും ഉണ്ടായിരുന്നു. ആ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ബാൻഡ് ഞാൻ ഇപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, റെസിനാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആൾ അതൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ആൾക്ക് അതൊന്നും തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. പിന്നെ കണ്ണൻ അത്യാവശ്യം ആക്റ്റീവായിരുന്നു കേട്ടോ. റെസ്കൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു, ടി വിയിൽ റിമോട്ടൊക്കെ വെച്ചിട്ട് മാറ്റണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ നഴ്സുമാർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓരോന്നൊക്കെ ചെക്ക് ചെയ്യണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മെഡിസിൻസ് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെബുലൈസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. നെബുലൈസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. 20 മിനിറ്റ് പറഞ്ഞത് ആൾ 20 മിനിറ്റ് ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 10 മിനിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ കയ്യിൽ ക്യാനുല കുത്തി കേട്ടോ. ക്യാനുല കുത്തിയതും സൂചി കുത്തണതൊന്നും നമുക്ക് പ്രശ്നമില്ലായിരുന്നു കേട്ടോ. ആൾക്ക് പുതിയൊരു സ്റ്റിക്കർ കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതൊരു അലർജിയുടെ ടെസ്റ്റാണ്, മെഡിസിൻ അലർജി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സൂചി കുത്തണതാണ് ആളത് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടി വിയിൽ സർവ്വമായി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് സർജറി ചെയ്യണ ഭാഗമൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അടുത്ത ദിവസമാണ് നമ്മുടെ സർജറി.